ഹലോ ഗുഡ് മോർണിംഗ് ഗേസ്. അപ്പോൾ ഇന്നൊരു 6:30 സമയപ്പോഴാണ് നമ്മൾ വർക്കിന് ഇറങ്ങുന്നത്. ഇന്നലെ രാത്രി കൊടുന്ന പാൽ ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കുടിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ആക്കും പോലെ ഇറങ്ങി. നമ്മളെ വണ്ടി ഇന്നലെ മുകളിലാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ വണ്ടിയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 7-8 ഞാൻ ഊബറും റാപ്പിഡൊക്കെ ഓണാക്കി. ഇന്നലെ ഒരു 137 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നു. ബിയിലൊരു 240 ഓടിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സീറോ ആക്കിയിട്ട് നേരെ നമ്മൾ മുണ്ടമ്പാലത്തേക്ക് പോയി. അങ്ങനെ ഒരു സമയം 7:45 നമുക്ക് ഊബറിൽ ഫസ്റ്റത്തെ ട്രിപ്പ് അടിച്ചിട്ടോ. പൂർണിമ രവീന്ദ്രനായിരുന്നു കേട്ടോ കസ്റ്റമർ പേര്. അങ്ങനെ നമ്മളെ മുണ്ടമ്പാലത്ത് നിന്ന് പിക്ക് ചെയ്തു. നമ്മളെ ഭവൻസ് സ്കൂളിലായിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഊബറിൽ 30 ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു. ഉമ്മേറ്റും ഉണ്ടല്ലോ അവിടെ. അപ്പോൾ അവർക്ക് ഫുഡ് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ 30 കുറേ ഹോട്ടലുകൾ ക്ലോസ് ആണ് ഗ്യാസിൻ്റെ പ്രശ്നമായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഡെസ്റ്റിനേഷൻ ഇട്ട് പോകുന്ന വഴിക്ക് നമ്മൾ കാക്കനാട് സിഗ്നലിൽ നിന്ന് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 2.5 കിലോമീറ്റർ പിക്കപ്പ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. 1.5 കിലോമീറ്റർ എന്തോ ഡ്രോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സൺറൈസ് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. 140 രൂപയുടെ ട്രിപ്പായിരുന്നു. അങ്ങനെ അതും ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വീണ്ടും ഡെസ്റ്റിനേഷനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ കളമശ്ശേരിയിലെത്തിയപ്പോൾ ഞാൻ ഊബറും റാപ്പിഡൊക്കെ ഓഫ് ചെയ്തു. അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ 30 പോയി. ഈ ഒരു ബിൽഡിങ്ങിലാട്ടോ നമ്മൾ റൂം എടുത്തിക്കണേ. അങ്ങനെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ റൂമിലേക്ക് പോയി. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു 1:30 സമയപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും വീട്ടിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ റൂമൊക്കെ വെക്കറ്റ് ചെയ്തു. ട്രെയിന് 5:30 മെമോ ആയിരുന്നു. അപ്പോൾ കുറച്ചും കൂടി സമയം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലുലു മാളിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലുലു മാളിൽ പോയി. അവിടുന്ന് അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ ബിരിയാണിയും വാങ്ങിയിട്ട് മേലെ ഫുഡ് കോർട്ട് പോയിട്ട് ബിരിയാണിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ അനിയൻ അവിടുത്തെ കാറിലൊക്കെ കുറച്ച് നേരം ഇങ്ങനെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് ഇറങ്ങി. നമ്മളെ വണ്ടിയിൽ CNG ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പത്തറിപ്പാലം പോയിട്ട് ഒരു ഫുൾ ടാങ്ക് CNG അടിച്ചു. 183 കിലോമീറ്റർ ആട്ടോ കഴിഞ്ഞ് CNGയിൽ ഓടിയത്. ഈ ഒരു ട്രെയിൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ആട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അവിടെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ എടപ്പള്ളി സ്റ്റേഷനിലാണ് പോയത്. അപ്പോൾ അങ്ങനെ അവരെ ട്രെയിനും കയറ്റിട്ടിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോന്നു. അപ്പോൾ ഇനി ഏതായാലും നാളത്തെ നല്ലൊരു ദിവസമായിട്ട് നാളെ കാണാം.